രാവിലെ ഇതേ നമ്മുടെ ചെടികളെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇതുപോലെ ചിലർ വരാറുണ്ട് കേട്ടോ. പക്ഷേ ഇതിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ കാറ്റ്സ്ക്ലോ പ്ലാന്റ് നിന്നതിന് താഴെയായിട്ട് ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ആ ഒരു ചെടി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് പൂക്കൾ ഉണ്ടാകുമ്പോൾ നമുക്ക് നോക്കാൻ നല്ലതാണെങ്കിൽ നിർത്താമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയ ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഒരുമിച്ച് ഇതേ 3-4 പുഴുക്കൾ കേട്ടോ. ഇതേ ഇതുപോലെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ മേത്ത് മുട്ടിയാൽ ചൊറിയോന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ പയ്യെ അത് സിസേഴ്സ് കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കാറ്റ്സ്ക്ലോ ഇങ്ങനെയാണ് പടർന്ന് കിടക്കുന്നത്. ഇത് ഒരു മതിലിൽ കൂടി പടർത്തി വിട്ടതിൻ്റെ താഴെയാണ് ദേ ഈ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പയ്യെ അതൊന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. കട്ട് ചെയ്തെടുത്തപ്പോഴാണ് ആദ്യം 1-2 എണ്ണേ ഞാൻ കണ്ടോളൂ. അതിനുശേഷം ഒത്തിരി ഉണ്ടായിരുന്നു, അതിൻ്റെ താഴെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു പേടിയായിരുന്നു, മേത്ത് മുട്ടിയെ ചൊറിയോ എന്നറിയാതെയാണ് ഇത് എടുക്കുന്നത് കേട്ടോ. എടുത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇതിനെ കൊന്നുകളയാനുള്ള ഒരു മനസ്സ് എനിക്ക് തോന്നിയില്ല കേട്ടോ. പക്ഷേ ഞാൻ എന്തായാലും കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞു. കൊന്നിട്ടൊന്നുമില്ല കേട്ടോ. അതിന് ഉണ്ടാവോ അത് പോകുമെന്നൊന്നും അറിയില്ല. എന്തായാലും മാറ്റി ഞാൻ കളഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെടിയുടെ അടുത്തു നിന്നൊക്കെ. അപ്പോൾ എന്തായാലും അത് കുറച്ച് നേരം ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ട് നിന്ന് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതിങ്ങനെ ഇരിക്കുന്നത് കാണാൻ. അതിൻ്റെ കളറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അത് ഈ പുഴു തന്നെ ആ ആഹാരം കഴിക്കുന്നത്, അതായത് അതിൻ്റെ ഇലയും പൂക്കളും ഒക്കെ കടിച്ച് കഴിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നേ.